അതെ, മലയാള സിനിമയ്ക്ക് ഇപ്പോൾ 2024 പേഴ്സണലി എനിക്കും ഒരുപാട് നല്ല വർഷമായിരുന്നു. ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി. മലയാളത്തിൽ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എല്ലാ കാറ്റഗറിയിലും മലയാള സിനിമകൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നതും മഞ്ഞുമൽ ബോയ്സിനായിരുന്നു. മഞ്ഞുമൽ ബോയ്സിന് നമുക്ക് സ്റ്റേറ്റ് അവാർഡിന് ഒരുപാട് നോമിനേഷൻസ് വന്നിരുന്നതാണ്. നാഷണൽ അവാർഡ് ലെവലിലേക്ക് അത് വരാത്തതിനകത്തൊരു ചെറിയ സങ്കടമുണ്ട്. ചിദംബരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാനും. മമ്മൂട്ടിയുടെ പിൻഗാമിയായിട്ട് ആസിഫ് അലി വരുന്നു അങ്ങനെ കൂടെ പറയാമല്ലോ. അതെനിക്ക് അറിയില്ല. എന്തായാലും അദ്ദേഹത്തിനൊപ്പം നോമിനേഷനിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. രണ്ടാമത്തെ ഗായികക്കാണ് അടുപ്പിച്ച് മലയാളത്തിൽ പുരസ്കാരം വരുന്നത്. പ്രത്യേകിച്ച് അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി രണ്ടാമത് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഗായിക, ചെറിയ പദവിയല്ല. അതെ, അതാ നമുക്ക് ആ ഏറമിലെ പാട്ട് കേട്ട് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ആ പാട്ട് എത്രത്തോളം ഇൻറ്റൻസ് ആണെന്നുള്ളത്. അത് ജയരാജ് സാർ മെൻഷൻ ചെയ്യുന്ന സമയത്തും ആ പാട്ടിനെ കുറിച്ച് എടുത്തും അതിൻ്റെ ഫീലിങ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. വളരെ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു അറിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമയിൽ വന്ന് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നോമിനേഷൻ ലെവലിൽ വരെ എത്താൻ പറ്റിയെന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. താങ്ക് യു.